ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിഫറൻസിയേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ റെൻസ് തോമസ്, ജി ടി എഡ്യൂക്കേഷൻ കൊരട്ടി. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് മാത്തമാറ്റിക്സ് മാത്രമല്ല, നമുക്ക് എല്ലാ സബ്ജക്ട്സും അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളൊരു 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഏത് പ്രായക്കാർക്കും പഠിക്കാൻ താല്പര്യമുള്ള ഏത് പ്രായക്കാർക്കും ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ഈ യൂട്യൂബിലൂടെ നമ്മൾ വിടുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ +2 മാത്തമാറ്റിക്സിൽ CBSE അതുപോലെ തന്നെ സ്റ്റേറ്റിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ ബന്ധുക്കളായ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് അയക്കുക, തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ d/dx ഓഫ് x² + 5x⁴ + 2/x² എന്നുള്ള ചോദ്യത്തിൻ്റെ ഡിഫറൻസിയേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇത് d/dx ഓഫ് ഇത് കോമൺ ആയിട്ടാണ്. ഓരോന്നിനും ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും d/dx ഓഫ് x² + 5 കോൺസ്റ്റന്റ് ആണ്. 5 × d/dx ഓഫ് x⁴ + 2 × d/dx ഓഫ് 1/x². നമുക്കിവിടെ ഒറ്റയടിക്കൊക്കെ ചെയ്യാം, പക്ഷെ നമുക്ക് തെറ്റാതിരിക്കാൻ സ്റ്റെപ്സ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ x² ഡിഫറൻസിയേഷൻ നമുക്കറിയാം. d/dx ഓഫ് x⁴n നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു n × x⁻n - 1. അപ്പോൾ ഇവിടെ d/dx ഓഫ് x² എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × x⁻2 - 1. അങ്ങനെയാണ് നമുക്കത് 2x എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് അറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് കൂടുതൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൻ്റെ ലിങ്ക് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഇനി 5 × d/dx ഓഫ് x⁴ എന്ന് പറയുന്നത് 5 കോൺസ്റ്റന്റ് ആണ്. d/dx ഓഫ് x⁴ എന്ന് പറയുന്നത് 4x³ ആണ്. അപ്പോൾ 5 × 4 × x³. 2 × d/dx ഓഫ് 1/x². അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിലാണ് ഈ പവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. x² മുകളിലേക്ക് എടുക്കുക, അപ്പോൾ അത് x⁻² ആവും. അപ്പോൾ 2 × d/dx ഓഫ് x⁻². അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 2 × -2 × x⁻3. അത് വരുന്നത് നമുക്ക് ഈ ഒരു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. d/dx ഓഫ് x⁻n നമ്മൾ ഓൾറെഡി പറഞ്ഞു n × x⁻n - 1 ആണ്. ഇപ്പോൾ d/dx ഓഫ് x⁻² എന്ന് പറയുന്നത് n-ന്റെ സ്ഥാനത്ത് -2 ആണ്. × x⁻2 - 2 - 1 ദാറ്റ്സ് = -2 × x⁻3. ഇതിന് നമുക്ക് -2/x³ എന്നും എഴുതാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഒരു ടേം 2 × -2 x⁻3 വരാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 2x + 20x³ - 4x⁻3. that is 2x + 20x³ - 4x⁻3 താഴേക്ക് കൊണ്ടുവന്നപ്പോൾ x⁻3. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 2x + 20x³ - 4/x³ എന്ന് കിട്ടി. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സ്പോണൻസ് വെച്ചിട്ടുള്ള ഏത് ചോദ്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.